നമസ്കാരം, പുതിയൊരു സ്പന്ദനം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ റേറ്റഡ് അല്ലെങ്കിൽ ഹൈപ്ഡ് ആയിട്ടുള്ള ബോട്ടോക്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സലൂണിൽ പോയാലും ബോട്ടോക്സ് എന്ന് പറയും, അതുപോലെ ഇതേപോലെയുള്ള ക്ലിനിക്സിൽ പോയാലും ബോട്ടോക്സ് എന്ന് പറയും. ആക്ച്വലി സലൂണിൽ ചെയ്യുന്ന ബോട്ടോക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഹെയർ ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മിസ്നോമർ. ആൻഡ് ബോട്ടോക്സ് ബേസിക്കലി എന്ന് പറയുന്നത് ബോട്ടുലിനം ടോക്സിൻ, അതെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടോക്സിനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിനാണ് എസ്തറ്റിക്സിൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ന്യൂറോ മസ്കുലർ മോഡുലേറ്ററാണ്. നമ്മുടെ മസിൽസ് ആൻഡ് നെർവ്സ് ഒരു സിഗ്നൽ വഴി, ഒരു കെമിക്കൽ സിഗ്നൽ, അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ സിഗ്നൽ വഴിയാണ് മൂവ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് മൂവ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്, മോസ്റ്റ്ലി ഫോർ ഹെഡിൽ ചില ആൾക്കാർ ജസ്റ്റ് ഒന്ന് നെറ്റിപ്പൊക്കുമ്പോൾ ഒരു 4 വരി ചുളിവുകൾ, അതുപോലെ തന്നെ ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡിലുള്ള ചുളിവുകൾ, അതൊക്കെയാണ് മോസ്റ്റ്ലി ബോട്ടോക്സിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. ഇത് എടുക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൺസൾട്ടേഷന് വന്ന ഒരു മിഡിൽ ഏജ്ഡ് ഒരാൾ, 42 ഇയേഴ്സ് ഉള്ളൊരു മെയിൽ, ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒത്തിരി ടയേർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നല്ലതായിട്ട് ഉറങ്ങി, നല്ല ഫുഡ് കഴിച്ചു, എന്നിരുന്നാലും എൻ്റെ ആ ഒരു പ്യുവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൊളീഗ്സ് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നുണ്ട്. ഐ ലുക്ക് സോ ടയേർഡ് ആൻഡ് ഇമാഷിയേറ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, അത് കുറച്ച് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഫേസിലുള്ളതുകൊണ്ടാണ്, ദാറ്റ് ക്യാൻ ഈസിലി ബി അറസ്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ ബോട്ടോക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാറ്റ് ടൈം പുള്ളിക്കാരൻ എടുപിടി എന്ന് പറഞ്ഞു, അയ്യോ ഡോക്ടറെ വേണ്ട, കാര്യം ഒടിയനിലെ ലാലേട്ടനാവാൻ വയ്യ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഒടിയൻ മൂവി ഇത്ര വർഷം പിന്നിട്ടു, എന്നാലും ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു ഫ്രീസ്ഡ് ഫേസ് അല്ലെങ്കിൽ ഒരു മാസ്ക്ഡ് ഫേസാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല, അത് ബോട്ടോക്സ് ഓഫൻ കംസ് വിത്ത് എ വെരി ബാഡ് റെപ്യൂട്ടേഷൻ, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്ന്. ബോട്ടോക്സ് എന്ന് പറയുന്നത് USFDA അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിൽ കൂടുതലായിട്ട് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗുമാണ്. ഏതൊരു മെഡിസിനും പോലെ തന്നെ അതിനൊരു പ്രോപ്പർ ഡോസേജ് ഉണ്ട്. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതിൻ്റെ ക്ലിയറൻസ്, അതെല്ലാം വന്നിട്ട് ഈ മെഡിസിനും ഉണ്ട്. അതുപോലെ ഓവർ ഡോസേജ് എന്ന് പറയുമ്പോൾ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഒൺലി തിങ് ഇസ്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് തന്നെ പോകണം. അത് അല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ സലൂൺസിലും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ബോട്ടോക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. സോ അങ്ങനെയുള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ബി റിസ്കിങ് യുവർ ലൈഫ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നെന്ന് പറയുന്നത് ഞാൻ കുറച്ചധികം മിത്ത് അബൌട്ട് ബോട്ടോക്സ് ബസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പലർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ. ചില ആൾക്കാർ ചോദിക്കും, ബോട്ടോക്സ് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തിന് ബാഡാണോ അല്ലേ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് എത്ര നാളും നിൽക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ പിന്നിട്ടാലും ഇതേപോലെ നിൽക്കുമോ? ഇല്ല. ഐഡിയലി ബോട്ടോക്സ് എന്ന് പറയുന്നത് 4 to 6 months ആണ് നിൽക്കുന്നത്. ഇത് ചെറുതായിട്ട് മസിലിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ജസ്റ്റ് അടിയിൽ വെക്കുന്ന ഇഞ്ചക്ഷനാണ്. കുഞ്ഞു നീഡിൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഇഞ്ചക്ഷൻസ് വെക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ 4 to 6 months ആണ്. ഈ 4 to 6 months പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവർ, സ്വിമ്മേഴ്സിനൊക്കെ ഇത് പെട്ടെന്ന് ബോഡിയിൽ നിന്ന് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 4 to 6 months എന്ന് തന്നെ പറയുന്നത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് അതിൽ കൂടുതൽ നിൽക്കുമോയെന്ന്. ചില ആൾക്കാരിൽ ഒരു 8 months വരെ നിൽക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അതുപോലെ എത്ര ഏജ് തൊട്ട് നമുക്ക് ബോട്ടോക്സ് ചെയ്യാം? ഒരു 18 years കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ തന്നെയും ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റീവ് ബോട്ടോക്സ് എന്ന് പറയും. കാര്യം ചില ആൾക്കാർക്ക് വളരെയധികം ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് വരുന്ന കൂട്ടത്തിലാണ്.
അപ്പോൾ ആ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് നമ്മൾ കറക്റ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മസിൽ മൂവ്മെൻറ്റിൻ്റെ സമയത്തല്ലാതെ നോർമലായിട്ടിരിക്കുമ്പോഴും ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് തന്നെ വരും. സോ അത് അങ്ങനെ വന്നിട്ട് അത് കുറച്ചും കൂടെ ഡീപ്പ് ആവുകയും അതുപോലെ തന്നെ റെസ്റ്റിംഗ് സ്റ്റേജിലും ആ ഫൈൻ ലൈൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതിനാണ് പ്രിവെൻറ്റീവ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. ആ പ്രിവെൻറ്റീവ് ബോട്ടോക്സ് എത്ര നേരത്തെ ചെയ്യുന്നു അത് അത്രയും നല്ലതാണ്. കാര്യം ഈ ലൈൻസ് അങ്ങ് സ്മൂത്തൻ ആവുകയും ഈവൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് മാത്രമല്ല, എസ്തെറ്റിക്സിന് പുറമേ ഈ ബോട്ടോക്സ് ശരിക്കും പറഞ്ഞാൽ ഓർത്തോപീഡിക്സിലും ഡെൻറ്റിസ്ട്രിയിലും റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ ന്യൂറോളജിയിൽ വരെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. ഇന്ന് ക്ലിനിക്കിൽ വരുന്ന പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ ബോട്ടോക്സ് ഗോൺ റോങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കണ്ണടഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് സ്മൈലായി, ചുണ്ട് ഒരു സൈഡിലോട്ട് കോടിപ്പോയി, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ? ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന്. ഒരിക്കലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇഞ്ചക്ടറിൻ്റെ ഒരു എബിലിറ്റിയാണത്. അപ്പോൾ എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് റെപ്പറ്റേറ്റീവായിട്ട് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. ബിക്കോസ് ഈ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ട്രെയിനിങ് വേണം, അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻ സ്കില്ല് വേണം. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈ? ബിക്കോസ് ഈ ഒരു വെച്ചേക്കുന്ന മരുന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് വേറെ എവിടോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡിസൈഡ് ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും ഫലമുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയണേ. ഒരുപാട് ആൾക്കാർ ഒരു സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേനും കൂടുതൽ എൻക്വയറി വരുന്നത് എക്സസീവ് സ്വെറ്റിങ്ങിന് ബോട്ടോക്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഗൂഗിളിൽ കണ്ടു. യെസ്, ഓഫ് കോഴ്സ് ഹൈപ്പോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് ബോട്ടോക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹൈപ്പോഹൈഡ്രോസിസ് എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആക്ടിവേറ്റ് ആവുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നനഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അതിപ്പോൾ കൂടുതൽ ആൾക്കാർ എൻക്വയറി വരുന്ന അണ്ടർ ആംസ് ആണ്. അത് സമ്മർ സീസണിൽ മെയിൻലി വരാറുണ്ട്. ചില ആൾക്കാർ നല്ല തേച്ച് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടാലും അവരുടെ അണ്ടർ ആംസിൻ്റെ ഏരിയയിൽ വിയർപ്പിൻ്റെ ഒരു വലിയ പാച്ച് കാണും. അതുപോലെ സിൽക്കായിട്ടുള്ള കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോഴും ഇതേപോലെ കുറച്ച് പാച്ചസ്, സ്വെറ്റിൻ്റെ പാച്ചസ് വിച്ച് ഇസ് എംബാരസിങ്, അത് കാണും. സോ ഈ അടുത്തിടയ്ക്ക് കുറച്ച് ആൾക്കാർ ഈ ബോട്ടോക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷന് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ടർ ആം പാച്ചസ് ഒക്കെ ഓൺലൈനിൽ നിന്ന് യൂസ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഇഞ്ചക്ഷൻ ആ തൊലിപ്പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് തോന്നുന്നു ഒരു 8 to 10 months വരെ ലാസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇത്രത്തോളം സ്വെറ്റിംഗ് ഉണ്ടാവില്ല ആൻഡ് പേഷ്യൻറ്റ് വിൽ ബി റീഗെയിനിങ് ദെയർ കോൺഫിഡൻസ്. അതുപോലെ ഈ അണ്ടർ ആം ഏരിയയിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ബോട്ടോക്സ് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഹൈപ്പോഹൈഡ്രോസിസ് പാംസ് ആൻഡ് സോൾസ്, ചില ആൾക്കാർ സ്പെഷ്യലി സ്ത്രീകൾ ഈ മോഡൽസൊക്കെ വരും, കാല് ഭയങ്കരമായിട്ട് വിയർക്കുന്നു, അതുകൊണ്ട് ഈ ഹീലുള്ള ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല, സ്ലിപ്പറി ആയി പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചില ആൾക്കാർ നമുക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കൈ വിയർത്ത് നനഞ്ഞ് കുതിർന്നിരിക്കുന്ന അവസ്ഥ കണ്ടിട്ടില്ലേ? അവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു പേന പിടിക്കാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ കൂടുതലും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ജെൽ പേന അല്ലെ മഷിപ്പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, മഷി പടരുന്നു, ബിക്കോസ് ഇത്രയധികം സ്വെറ്റ് കയ്യിൽ നിന്ന് വരുന്നത് കൊണ്ട് എന്ന്. സോ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിന് ബോട്ടോക്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ സൺ ഡാമേജ് സ്കിൻ അങ്ങനെ വന്ന റിങ്കിൾസിനൊന്നും ബോട്ടോക്സിന് പോകരുത്. വൈ? ബിക്കോസ് അത് ബോട്ടോക്സ് കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കെമിക്കൽ പീൽസോ അല്ലെങ്കിൽ റീസർഫസിങ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ലേസേഴ്സൊക്കെ വേണ്ടി വരും. അതുപോലെ ബോട്ടോക്സ് എഫക്റ്റീവ് അല്ലാത്തതാണ് നമ്മുടെ സ്റ്റാറ്റിക് ലൈൻസ്. വെറുതെ ഇരിക്കുമ്പോഴും ഉള്ള ഒരു ഓൾഡ് ഏജിലൊക്കെ പല ആൾക്കാരും ഒരു ഫ്രൗണിങ് ലുക്ക് എപ്പോഴും വരും. അതുപോലെ തന്നെ ഡ്രൂപ്പിംഗ് ഓഫ് ദ കോർണേഴ്സ് ഓഫ് മൗത്ത്, അതിങ്ങനെ ഒരു വരയായിട്ട് തന്നെ കാണുന്ന അവസ്ഥ, അതിനൊന്നും ബോട്ടോക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ അല്ല. പിന്നീട് ഈ അടുത്തിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു കാര്യമാണ്
മൈഗ്രെയിന് ബൊട്ടോക്സ് എന്ന് പറയുന്നത്. മൈഗ്രെയിന് അത്യാവശ്യം ആ പെയിൻ മാത്രം മാറാൻ വേണ്ടിയിട്ട് ബൊട്ടോക്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിക്കോസ് ലോങ് സ്ക്രീൻ ടൈം ഉണ്ട്, അല്ലെങ്കിൽ വെരി ഫ്രീക്വൻ്റ്ലി മൈഗ്രെയിൻ വരുന്നവർ, ഇപ്പം ആഴ്ച ഒരു തവണയോ 2 തവണയോ ഒക്കെ മൈഗ്രെയിൻ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ന്യൂറോളജി ക്ലിയറൻസ് എടുത്ത് വേറെ തലച്ചോറിനകത്തുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ BP ഹൈ ആയിട്ടിരിക്കുന്ന ടെൻഡൻസി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ബൊട്ടോക്സിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒരു 8 to 10 months പെയിൻ ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും.